എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനെ കുളത്തുപുഴയിലേക്ക് കൊണ്ടുവിട്ടിട്ട് വന്നു. അലീന പോയതിന്റെ വിഷമം സഹിക്കാതെയാണ് ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്യുന്നത്. അതേ സമയത്ത് ഒരിടത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ബാലചന്ദ്രൻ പൊട്ടിക്കരയുവാണ് അലീനയെ ഓർത്ത്. അലീനയോട് അത്രമേൽ ഇഷ്ടമാണ് നമ്മുടെ ബാലചന്ദ്രന്. ആ സമയത്താണ് മനു ഫോൺ ചെയ്യുന്നത്. എങ്കിലിപ്പോ എവിടെയാ? കുളത്തുപുഴയിലാണോ? അതേസമയം ബാലചന്ദ്രനും മനുവിനോട് ചോദിക്കുവാണ്, നീ ഇപ്പോ എവിടെയാന്ന്? ഞാൻ കടപ്പാട്ടൂരിലാണ് എന്ന് മനു പറയുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, നീ കടപ്പാട്ടൂര് വന്നോ? ആ, ഞാൻ വന്നു. ഞാൻ ആന്റിയെ കൊണ്ടുവന്നതാ. ആന്റി പ്രധാന ശത്രു പോയ തക്കം നോക്കി ഇവിടേക്ക് വന്ന് കയറിയതാ. അതേസമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ഓ, അവൾ വന്നിരിക്കുന്നത് എല്ലാം ജയിച്ചിട്ടാണല്ലോ. അങ്ങനെയാ അവളുടെ വിചാരം, അവളുടെ പതനം തുടങ്ങാൻ പോവുകയാണ് എന്ന് ബാലചന്ദ്രൻ തിരിച്ചു മനുവിനോട് പറയുവാണ്. മനു ബാലചന്ദ്രനോട് ചോദിക്കുവാണ്, അലീനയുടെ കാര്യം എന്തായി അങ്കിളെ? ഞാൻ എന്തായാലും കുളത്തുപുഴയിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അലീനയെ. അവളെ സ്വന്തം അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് മനുവിനോട് ബാലചന്ദ്രൻ പറയുവാണ്. അതേസമയം മനു ചോദിക്കുവാണ്, അതെങ്ങനെ അങ്കിളെ അങ്കിളിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറയുന്നത്? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതേസമയം മനു ചോദിക്കുവാണ്, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്കിളെ? അലിയും രണ്ടുമൂന്ന് ജോലിക്കാരും മാത്രമേ അവിടെ ഉള്ളൂ. മനു ചോദിക്കുവാണ്, അപ്പോ ഭാര്യയും മക്കളൊക്കെ എവിടെയാ? ഭാര്യയും മക്കളും അഞ്ചലിൽ ഒരു വീട്ടിലാ എന്നാ സ്റ്റാൻലി പറഞ്ഞത്. എന്നിട്ട് തിരിച്ചു ചോദിക്കുവാണ്, അങ്കിളെ അവർക്കറിയാമോ അലീനയുടെ കാര്യം? അവരൊക്കെ അറിഞ്ഞിട്ടാണോ സ്റ്റാൻലി അലീനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? രാജേന്ദ്രൻ പറയുവാണ്, അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും ഞാൻ തിരക്കാനും പോയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഈ കുളത്തുപുഴയിലെ പ്രശ്നം കൂടെ തലയിലെടുത്ത് വെക്കാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും ചോദിക്കാത്തത്. പിന്നെ ഒരു കാര്യം ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, അവൾ എപ്പോഴെങ്കിലും ഒരു ശല്യമാവുകയോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയോ ആണെങ്കിൽ നിങ്ങൾ എന്നെ തന്നെ വിളിക്കണം. സമയം ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം എന്ന് ഞാൻ സ്റ്റാൻലിയെ അറിയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ ആ സമയത്ത് പറയുന്നുണ്ട് മനുവിനോട്. എന്നിട്ട് മനു ചോദിക്കുവാണ്, അപ്പോ അങ്കിൾ ഇന്ന് തന്നെ എത്തുമല്ലോ അല്ലേ? ഇന്ന് എത്തത്തില്ല. എനിക്ക് ഈ ഒരു ടെൻഷനിലും ഈ ഒരു മാനസികാവസ്ഥയിൽ ഇന്ന് വന്ന് അങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്നാ വിചാരിക്കുന്നേ. അതിനുശേഷം ഞാൻ നാളെ അവിടേക്ക് വരത്തുള്ളൂ. അതേസമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, നീ അവിടെ നിന്ന് ഇന്ന് പോകുവോ? അങ്കിളെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവും അങ്കിളെ എന്ന് മനുവും പറയുന്നുണ്ട്. ആന്റി ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ, എന്തായാലും അവർക്കൊക്കെ ഒരു കൂട്ടായല്ലോ. അതിനുശേഷം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് നിന്റെ ആന്റി വന്നിട്ട്? നിന്റെ ആന്റി നല്ല പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നത്? അതേസമയം രോഹിത് പറയുവാണ്, ആന്റി വന്നതിന്റെ അഹങ്കാരം ഇവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, അവൾ അഹങ്കരിക്കട്ടെ, അവളുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നത്. ഇനി എന്നിട്ട് പറയുവാണ്, ഏതായാലും അങ്കിള് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ പോളൂ എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുന്നുണ്ട്. മനുവിനും നല്ല ടെൻഷൻ തോന്നുവാണ്. ഇനി അലീന അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് വിഷമിച്ച് നിൽക്കുവാണ് നമ്മുടെ മനു. ആലോചിച്ചിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ രോഹിത് അവിടെ നിപ്പുണ്ട്. മനു രോഹിത്തിനോട് ചോദിക്കുവാണ്, ആന്റി എവിടെയാ? സമയം രോഹിത് പറയുവാണ്, അമ്മ മുകളിലോട്ട് പോയിരിക്കുവാ. അച്ഛനാണോ വിളിച്ചെന്ന് രോഹിത് ചോദിക്കുമ്പോൾ മനു പറയുവാണ്, അതെ അച്ഛനാ. അച്ഛനിപ്പോ അലീനെ കുളത്തുപുഴയിലാക്കിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അതേസമയം രോഹിത് ചോദിക്കുവാണ്, അച്ഛൻ ഇന്ന് എത്തുമോന്ന്? മനു പറയുവാണ്, ഇല്ല ഇന്ന് വരില്ല, ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ എത്തുള്ളൂ എന്നാ എന്നോട് പറഞ്ഞത്. ഞാനും ഇറങ്ങാൻ പോകുക എന്ന് മനു പറയുന്നുണ്ട് രോഹിത്തിനോട്. ഈ സമയം തന്നെ രോഹിത് വീട് ചോദിക്കണം, ആന്റി എവിടെയാന്ന്? രോഹിത് പറയുവാണ്, അച്ഛന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട് അമ്മ. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, കുറച്ചു നേരമായി മുകളിലേക്ക് പോയിട്ട്. അങ്ങനെ മനുവും രോഹിത്തുമായിട്ട് വൈജിയെ കാണാൻ വേണ്ടി ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പോകുവാണ്. ഈ സമയം തന്നെ വൈജി ആണെങ്കിൽ ബാലചന്ദ്രന്റെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് എല്ലാ കണക്കുകളും നോക്കുന്നുണ്ട്. നീനയ്ക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടോ ബാലചന്ദ്രൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വൈജ പരിശോധിക്കുന്നത്. ഇതേ സമയത്താണ് ഡോറ് തുറന്നിട്ട് മനുവും രോഹിത്തും അവിടേക്ക് എത്തുന്നത്. ഒരു കയറി വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ വൈജയന്തി ലാപ്ടോപ്പില് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ മനു ചോദിക്കുവാണ്, ആന്റി എന്തായി കാണിക്കുന്നത്? ഈ സമയം വൈജയന്തി ചോദിക്കുവാണ്, നിനക്ക് എന്താടാ മനസ്സിലായില്ലേ? ബാലചന്ദ്രന്റെ കണക്കുകളൊക്കെ ഞാൻ പരിശോധിക്കുമായിരുന്നു. അമ്മ എന്തിനാ അച്ഛന്റെ കണക്കുകളെല്ലാം നോക്കുന്നത് എന്ന് രോഹിത് ചോദിക്കുവാണ്. എന്താടാ എനിക്കിത് നോക്കിക്കൂടെ? ഞാനും കൂടെ അറിയണമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വൈജ പറയുവാണ്. ഒക്കെ നോക്കാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ സമയം തന്നെ മനു ചോദിക്കുവാണ്, അല്ലാതെ മക്കളോടും ഭർത്താവിനോടുമുള്ള സ്നേഹം കൊണ്ടല്ല ആന്റി ഇവിടേക്ക് എത്തിയത് അല്ലേ? അറിയാൻ വേണ്ടിയിട്ടാണോ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്? അതേസമയം വൈജ പറയുവാണ്, സംശയം എന്താ? ബാലചന്ദ്രൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു, ഇത്രയൊക്കെ കൊടുത്തു എന്നും എനിക്കറിയണ്ടേ? അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്തു എന്ന് വൈജ പറയുവാണ്. അവൾക്ക് വേണ്ടി ബാലചന്ദ്രൻ ചെലവാക്കിയിരിക്കുന്നത് 15 ലക്ഷം രൂപ. ഒരു വേലക്കാരിയായ അവൾക്ക് എന്തിനു ബാലചന്ദ്രൻ
ഇത്രയും പൈസ ചിലവാക്കി എന്ന് വൈജയന്തി ചോദിക്കുവാണ്. ഇത് കേട്ട മനു പറയുവാണ്, ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങള് വരുമ്പോ ആന്റി തന്നെ ചോദിക്കൂ. അതേസമയം വൈജയന്തി പറയുവാണ്, അത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം, അല്ലാതെ ഇത് ഞാൻ വെറുതെ വിടുമെന്നാ വിചാരിച്ചത്. എന്തായാലും ഞാൻ ഇറങ്ങുവാ ആന്റി, ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മനു പോകുവാണ്. ഇവിടെ രോഹിത്തും പോകുന്നുണ്ട്. ഇവിടുത്തെ ബഹളം കേട്ടിട്ട് നമ്മുടെ കൃഷ്ണമോളും ബബിതമോളും താഴെ വന്ന് നിൽക്കുവാണ്. അവര് നോക്കുമ്പോൾ രോഹിത്തും മനുവും കൂടെ താഴേക്ക് വരുന്നുണ്ട്. കൂടെ വൈജിയും ഇറങ്ങി വരുന്നുണ്ട്. വൈജിയുടെ കയ്യിലാണെങ്കിൽ ലാപ്ടോപ്പും ഉണ്ട്. അവര് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് നോക്കി കൃഷ്ണമോളും ബബിതയും താഴേക്ക് നിൽക്കുവാണ്. വൈജ താഴേക്ക് വന്നിട്ട് ഉടൻ തന്നെ ചോദിക്കുവാണ്, നിങ്ങളൊക്കെ അറിഞ്ഞോ ഇവിടെ എന്താ നടന്നതെന്ന്? എന്താണെന്ന് ബബിത ആ സമയം ചോദിക്കുവാണ്. എന്റെ അച്ഛൻ ആ അലീനയ്ക്ക് 15 ലക്ഷം രൂപയാ ചെലവാക്കിയത്. 15 ലക്ഷം ചിലവാക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഞാൻ ചുമ്മാതൊന്നുമല്ല ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറിയത്. എനിക്കറിയാം ബാലചന്ദ്രൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന്. അതറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതേസമയം ബബിത പറയുവാണ്, അതെ, അലീന ചേച്ചി പോയപ്പോ അലീന ചേച്ചിക്ക് മാലയും വളയും എല്ലാം ഇട്ട് ഒരുക്കി കൊടുത്തത് ഞങ്ങൾ തന്നെയാ. ആരും എടുത്ത് ഒരുക്കിയത് ഞങ്ങൾ തന്നെയാ ഇതെല്ലാം ചെയ്തതെന്ന് ബബിത പറയുവാണ്. ഇത്തിരി ദേഷ്യത്തോടു കൂടി തന്നെ ബബിത ചോദിക്കുവാണ് വൈജോട്, അതിനിപ്പോ എന്താ കുഴപ്പം? ഇത് ഇങ്ങനെ പറയുമ്പോ വൈജയന്തി ഞെട്ടി നിൽക്കുവാണ്. അപ്പോ അവളിവിടെ നിന്ന് ഒരുങ്ങിക്കെട്ടിയാ പോയത്. 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ സാരിയും ാണ് അവള് പോയത്. അവൾക്കതിന്റെ കാര്യം എന്താ? ഒരു വീട്ടുവേലക്കാരി പിരിഞ്ഞു പോകുമ്പോ ഇത്രയൊക്കെ കൊടുത്തുവിടേണ്ട കാര്യം എന്താ എന്ന് വൈജയന്തി ചോദിക്കുവാണ്. കേൾക്കുമ്പോ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്തിനും ദേഷ്യം വരുവാണ്. മനു ആണെങ്കിൽ തലയുമായിട്ട് നിൽക്കുന്നുണ്ട്. പറയുന്നൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ബാലചന്ദ്രൻ ഇത്രയും കൊടുക്കാൻ വേണ്ടി അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്താ ബന്ധം? കേൾക്കുമ്പോ ബബിത ഇത്തിരി ചൂടാകുന്നുണ്ട്. അമ്മ ഈ എന്തൊക്കെയാ പറയുന്നത്? തോന്നുന്നതെല്ലാം വിളിച്ചു പറയല്ലേ എന്ന് ബബിത പറയുവാണ്. അതേസമയം വൈജയന്തി ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുവാണ്, എന്താടി ഞാൻ പറഞ്ഞാൽ? വീട്ടിൽ വന്ന വേലക്കാരിക്ക് ഇത്രയും പൈസയും ഇത്രയും സ്വർണവും കൊടുക്കേണ്ട എന്തു കാര്യമാ ഉള്ളത്? ഇവര് തമ്മിൽ അതിനെന്ത് ബന്ധമാ ഉള്ളത് എന്ന് വൈജയന്തി ചോദിക്കുവാണ്. ബാലചന്ദ്രൻ വന്നോട്ടെ, ചോദിച്ചിട്ട് ഇതിനൊരു ഉത്തരം കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. വൈജയന്തി പറയുവാണ്. നമ്മൾ അതേസമയം തന്നെ പറയുവാണ്, അമ്മ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രുത്. അമ്മയുടെ കാര്യം നോക്ക്, അതാ നല്ലത്. അതേസമയം വൈജ പറയുവാണ്, ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടത്തില്ല ഈ കാര്യം. എനിക്കറിയണം അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്താ ബന്ധമെന്ന്. ഇത്രയും സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും എടുത്തു കൊടുക്കേണ്ട ഇത് ബന്ധമാണ് അവര് തമ്മിലുള്ളത്. എനിക്കറിയണം. ബാലചന്ദ്രൻ വന്നിട്ട് ഇതിനെപ്പറ്റി ചോദിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് വൈജ പറയുവാണ്. ഇത് കേട്ടിട്ട് തലയാട്ടിക്കൊണ്ട് പറയുവാണ്, ചോദിക്ക്, ബാലചന്ദ്രൻ അങ്കിൾ വരുമ്പോ ഇതൊക്കെ തന്നെ ചോദിക്ക്. അപ്പൊ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ കിട്ടിക്കോളും. ഇത് കേൾക്കുമ്പോ വൈജ തിരിച്ചു മനുവിനോട് ചോദിക്കുവാണ്, ഇതിനെന്താ ചോദിച്ചാൽ? ചോദിക്കും, വീട്ടിൽ വന്ന വേലക്കാരിക്ക് ഇത്രയും സ്വർണവും ഡ്രസ്സും വാങ്ങിക്കൊടുക്കേണ്ട എന്തു കാര്യമാണ് ബാലചന്ദ്രനുള്ളത്? ഇവര് തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ ഇന്ന് വൈജ വീണ്ടും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ പറയുവാണ്. അതേസമയം തന്നെ മനു പറയുവാണ്, അതൊക്കെ ശരി തന്നെയാ ആന്റി. അങ്കിള് വന്ന ഉടനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അങ്കിളും ചില ചോദ്യങ്ങൾ ആന്റിയോട് തിരിച്ചും ചോദിക്കും. അതിനൊക്കെ ആന്റിക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയണം. ഒരു കാര്യം ആന്റി മനസ്സിലാക്കണം, പണ്ടത്തെ ബാലചന്ദ്രൻ അങ്കിൾ അല്ല ഇപ്പോൾ ഉള്ളത്. അങ്കിളിന്റെ മുൻപിൽ ആന്റി ഭസ്മമായി മുഖത്തെ ഉള്ളൂ എന്ന് മനു പറയുവാണ്. സമയം വൈജ ദേഷ്യത്തോടെ തന്നെ മനുവിനെ നോക്കുവാണ്. ഞാൻ പറഞ്ഞ ആ കാര്യം ആന്റി എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ടേ മുന്നോട്ട് ജീവിക്കാറുള്ളൂ. അല്ലാതെ അങ്കിളിനോട് വഴക്കിടാനോ എന്തെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ആന്റി തന്നെയാ നാണം കെടാൻ പോകുന്നത്. ആന്റിയുടെ ജീവിതമാ തകരാൻ പോകുന്നതും. എപ്പോഴും ഓർമ്മ വേണം. അങ്കിളിനെ ചോദ്യം ചെയ്യാൻ ആന്റിക്ക് ഒരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ ആന്റിയുടെ കാര്യം നോക്കുന്നതാ നല്ലത്. അങ്കിള് വരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നതാ ആന്റിക്ക് നല്ലത്. ഞാൻ പോകുന്നു. ഇതിൽ കൂടുതലൊന്നും ആന്റിയോട് പറയാനില്ല. ആന്റി സ്വയം കുഴി തോണ്ടാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മനു പോകുവാണ്. ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുവാണ് മനു പറഞ്ഞതെല്ലാം കേട്ട്. വിജയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ വൈജയ്ക്ക് കൊട്ടുകൊടുക്കാൻ വേണ്ടി ബാലചന്ദ്രൻ വരികയാണ്. അങ്ങനെ വൈജയ്ക്ക് മുന്നിൽ ബാലചന്ദ്രന്റെ താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ബാലചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും പറയാനാകാതെ വൈജയുടെ ആധിപത്യം അവിടെ നഷ്ടമാകുന്നു. ബാലചന്ദ്രൻ പറയുന്നത് കേൾവിക്കേണ്ട അവസ്ഥയാണ് ഇനി വൈജയ്ക്ക് മുന്നിലുള്ളത്. അങ്ങനെ വൺ ട്വിസ്റ്റോട് കൂടിയ എപ്പിസോഡുകളായിരിക്കും ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.